നമ്മൾ കാണുന്ന ഒരു ചെറിയ കാര്യം രോഗികളെ പരിചരിക്കുന്ന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്: പ്രശ്നപരിഹാരവും ഗവേഷണവും. ഇവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് നോക്കാം. ശരി, നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നിങ്ങളൊരു നഴ്സാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നു. അതായത്, ഓപ്പറേഷനു മുമ്പ് വേദനയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വേദന വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ കണ്ടെത്തലാണ്, അല്ലേ? പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഈ സാഹചര്യത്തിൽ ആ നഴ്സ് എന്ത് ചെയ്യണം? അവിടെയാണ് കാര്യങ്ങളുടെ ഒരു രസം. ഈ ഒരൊറ്റ നിരീക്ഷണം നമ്മളെ രണ്ടു വഴികളിലേക്ക് കൊണ്ടുപോകും. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ലക്ഷ്യങ്ങൾ വേറെ വേറെയാണ്. ആ വഴികളാണ് പ്രശ്നപരിഹാരവും പിന്നെ ഗവേഷണവും. അപ്പം നമുക്കാദ്യം ആദ്യത്തെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കാം. അതായത് പ്രശ്നപരിഹാരം. പേരുപോലെ തന്നെ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനുള്ള വഴി. പ്രശ്നപരിഹാരമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പ്രത്യേക പ്രശ്നത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തലാണ്. ഇവിടെ ഏറ്റവും പ്രധാനം ഇവിടെ, ഇപ്പോൾ എന്നതാണ്. അതായത്, എന്റെ മുന്നിലുള്ള ഈ പ്രശ്നം ഞാനിപ്പോ എങ്ങനെ പരിഹരിക്കും? അതാണ് ചോദ്യം. അതിനൊരു പ്രത്യേക രീതിയുണ്ട്. വെറുതെ എന്തെങ്കിലും ചെയ്യുകയല്ല. ആദ്യം എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ അതിനെപ്പറ്റി പഠിക്കണം, എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് പ്രയോഗിച്ചു നോക്കണം. എന്നിട്ടത് ശരിയായോ എന്ന് വിലയിരുത്തണം. അങ്ങനെയൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണിത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ നഴ്സിന്റെ കാര്യമെടുത്താലോ? അവർക്ക് ഈ പ്രശ്നപരിഹാര രീതി ഉപയോഗിക്കാം. സ്വന്തം വാർഡിലെ രോഗികൾക്ക് വേണ്ടി വേദനയെപ്പറ്റി വിവരിക്കുന്ന ഒരു ചെറിയ ലഘുലേഖയോ മറ്റോ തയ്യാറാക്കാം. അത് കൊടുത്തു നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നല്ല മാറ്റം കണ്ടേക്കാം. അപ്പോ അവരുടെ വാർഡിലെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ആ നഴ്സ് ചിന്തിക്കുകയാണ്, എന്റെ വാർഡിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രോഗികൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടിയാലോ എന്ന്. അപ്പോൾ ലക്ഷ്യം കുറച്ചുകൂടി വലുതായിയല്ലേ? അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ വഴിയിലേക്ക് തിരിയുന്നത്. അതാണ് ഗവേഷണം. നഴ്സിംഗ് ഗവേഷണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കൽ മാത്രമല്ല. അതിന്റെ ലക്ഷ്യം പുതിയ അറിവ് ഉണ്ടാക്കുക എന്നതാണ്. ലോകത്തെവിടെയുമുള്ള നഴ്സുമാർക്ക് വിശ്വസിച്ചുപയോഗിക്കാൻ പറ്റുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അറിവ്. അതാണ് അതിന്റെ കാതൽ. പ്രശ്നപരിഹാരത്തിന്റെ 6 സ്റ്റെപ്പുകൾ പോലെ അത്ര സിമ്പിളല്ല ഗവേഷണമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഇത് കുറച്ചുകൂടി സങ്കീർണമാണ്. ഒരുപാട് ഘട്ടങ്ങളുള്ള ഒരു വലിയ പ്രക്രിയയാണ്. ഡാറ്റ ശേഖരിക്കണം, അതിനെ വിശകലനം ചെയ്യണം, മറ്റുള്ളവരുടെ അഭിപ്രായം തേടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് കൃത്യത അല്ലെങ്കിൽ നിയന്ത്രണം എന്നതാണ്. അതായത്, നമ്മളൊരു ശാസ്ത്രീയ പരീക്ഷണം ചെയ്യുന്നത് പോലെയാണ്. മറ്റെല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് തന്നെയാണ് മാറ്റം സംഭവിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ മാറ്റം എന്ന സംശയം വരാൻ പാടില്ല. എങ്കിലേ ആ കണ്ടെത്തലിന് ഒരു വിലയുണ്ടാവൂ. അപ്പോ ഈ ഒരു കൃത്യത എങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നത്? ദേ ഇതുപോലെ. കിട്ടുന്ന വിവരങ്ങൾ അഥവാ ഡേറ്റ വെറുതെ നോക്കിയാൽ പോരാ. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള ശാസ്ത്രീയമായ വഴികൾ ഉപയോഗിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉറപ്പുള്ള ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോ പ്രശ്നപരിഹാരവും ഗവേഷണവും എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഇവ രണ്ടിനെയും ഒന്ന് നേർക്കുനേർ നിർത്തി താരതമ്യം ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യത്യാസം അവയുടെ ഉദ്ദേശമാണ്. ഒന്ന്, ഒരു പ്രത്യേക സ്ഥലത്തെ പ്രായോഗികമായ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കാണലാണ്. മറ്റേത്, പുതിയ അറിവുണ്ടാക്കാനും ആ അറിവ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പൊതുവൽക്കരിക്കാനുമാണ്. അതായത്, നമ്മുടെ നഴ്സിന്റെ വാർഡിലെ പ്രശ്നം മാത്രം പരിഹരിച്ചാൽ മതിയോ, അതോ ഈ അറിവ് എല്ലാ ആശുപത്രികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റണോ? അതാണ് ചോദ്യം. ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു: പൊതുവൽക്കരണം. പ്രശ്നപരിഹാരത്തിലൂടെ കിട്ടുന്ന സൊല്യൂഷൻ ഒരുപക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒന്നായിരിക്കും. അത് വേറൊരു സ്ഥലത്ത് അതേപോലെ പ്രയോജനപ്പെട്ടെന്നും വരില്ല. പക്ഷെ ഗവേഷണത്തിന്റെ ലക്ഷ്യം അതല്ല. അതിന്റെ കണ്ടെത്തലുകൾ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ പലതരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി ഇവയുടെ രീതികൾ നോക്കിയാലോ? അവിടെയുമുണ്ട് വലിയ വ്യത്യാസം. പ്രശ്നപരിഹാരം കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. നമ്മുടെ അനുഭവവും അറിവുമൊക്കെ വെച്ച് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. എന്നാൽ
ഗവേഷണം അങ്ങനെയല്ല. അതിന് വളരെ ചിട്ടയായ കർശനമായ നിയമങ്ങളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കണം, വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യണം, അങ്ങനെയെല്ലാം ഒരു പ്ലാൻ അനുസരിച്ചും മാത്രം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ധാർമ്മികത. ഗവേഷണം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മനുഷ്യരെ ഉൾപ്പെടുത്തുമ്പോൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട്. അവരിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമ്മതം വാങ്ങണം. പക്ഷേ നമ്മുടെ ദൈനംദിന ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രശ്നപരിഹാരത്തിന് സാധാരണയായി ഇത്രയും ഔപചാരികമായ നടപടികൾ ആവശ്യം വരാറില്ല. അവസാനമായി, സമയം. പ്രശ്നപരിഹാരം എന്നു പറയുന്നത് ഒരു ഹ്രസ്വകാല പരിപാടിയാണ്. ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ തീരും. കാരണം ലക്ഷ്യം പെട്ടെന്നൊരു പരിഹാരമാണ്. എന്നാൽ ഗവേഷണം അങ്ങനെയല്ല. അത് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. കാരണം അത് പുതിയ അറിവുണ്ടാക്കാനുള്ള ഒരു ദീർഘകാല പ്രക്രിയയാണ്. ഒന്ന് ഒരു സ്പ്രിന്റാണെങ്കിൽ മറ്റേത് ഒരു മാരത്തൺ ആണെന്ന് പറയാം. ശരി, അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇവ രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് നഴ്സിംഗ് എന്ന പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം. അതാണ് നമ്മുടെ അവസാന ഭാഗം. ഇത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവ രണ്ടിനും ചില പൊതുവായ കാര്യങ്ങളുണ്ട് കേട്ടോ. രണ്ടും തുടങ്ങുന്നത് ഒരു പ്രശ്നത്തിൽ നിന്നാണ്. അതായത്, ഇപ്പോ കാര്യങ്ങൾ ഇങ്ങനെയാണ്, പക്ഷെ അത് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നു എന്നൊരു ചിന്തയിൽ നിന്ന്. രണ്ടിനും ചിട്ടയായ ഒരു വഴിയുണ്ട്. രണ്ടിന്റെയും ലക്ഷ്യം ഒന്നു തന്നെ: സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്നൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇത് രണ്ടും രണ്ട് ടൂളുകൾ പോലെയാണ്. ഒരു സ്ക്രൂ മുറുക്കാൻ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം, ആണിയടിക്കാൻ ചുറ്റികയും. അതുപോലെ ഓരോ സാഹചര്യത്തിനും വേണ്ട ഉപകരണം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നഴ്സിംഗ് മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനും രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം നൽകാനും ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ അത്യാവശ്യമാണ്. ദിവസേനയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രോബ്ലം സോൾവിംഗും പുതിയ അറിവുകൾ കണ്ടെത്തി ഈ മേഖലയെ തന്നെ വളർത്താൻ ഗവേഷണവും. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രശ്നം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ആശയം തോന്നുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഞാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്റെ കയ്യിലുള്ള ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനുള്ള ടൂളാണോ എനിക്കിപ്പോൾ വേണ്ടത്? അതോ ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ച് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കണ്ടെത്താനാണോ ഞാൻ ശ്രമിക്കേണ്ടത്? ആ തിരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.